ഹലോ ഗൈസ്, ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പുതിയൊരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം, നമ്മുടെ യൂട്യൂബ്, ഫേസ്ബുക്ക് ഒക്കെ അവരുടെ യൂസേഴ്സ് അതിലുള്ള വ്ളോഗ്സും അതേമാതിരി വീഡിയോസ് പോസ്റ്റിനൊക്കെ മോണിറ്റൈസേഷൻ വെച്ചിട്ട് ക്യാഷ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വ്യൂസും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ പുതിയൊരു അപ്ഡേഷൻ കൊടുത്തിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം. ആ അപ്ഡേഷനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിൽ നമ്മൾ ഇടുന്ന റീൽസിനൊക്കെ വ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും ഇനി ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഈ ഇൻസ്റ്റാഗ്രാം ഫീച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നതാണ്. നമ്മൾക്ക് പലർക്കും അറിയുന്നുണ്ടായിരുന്നില്ല, എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അടുത്താണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് അറിയാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നുള്ള ഏണിങ്സ് കിട്ടില്ല. കാരണം നമ്മൾ ഇതൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം നമ്മൾ ഒരു ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഇതിന് എലിജിബിൾ ആവുള്ളൂ. നമ്മൾ ഇടുന്ന വ്യൂസിനനുസരിച്ചിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിത് അറിയാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസിനൊക്കെ വ്യൂസും സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ഷെയർസ് ഉണ്ടാവും, ലൈക്സ് ഉണ്ടാവും, കമൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യില്ല, ഏൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ക്യാഷ് കിട്ടില്ല. അപ്പം നമ്മളിത് അറിയാണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായി പോകും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ടൂളിൻ്റെ പേരാണ് ഇൻസ്റ്റാഗ്രാം ബോണസ് ടൂൾ എന്ന് പറയുന്നത്. നമ്മളിടുന്ന വീഡിയോസിന് എത്രത്തോളം വ്യൂസ് ഉണ്ട്, എത്രത്തോളം ആളുകൾ അതിൽ ലൈക്ക് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും നമുക്ക് എത്രത്തോളം ഏണിങ്സ് കിട്ടുമെന്നുള്ളത്. പിന്നെ നമ്മളൊരു പ്രൊഫഷണലാണ്, നമ്മൾ പ്രൊഫഷണൽ റീൽ ക്രിയേറ്റർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും യൂട്യൂബിൽ ഏൺ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അതിന് വേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വേണം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് റീൽസും അങ്ങനെയുള്ളതൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു പ്രൊഫഷണൽ ഡാഷ്ബോർഡ് വേണം. നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് പബ്ലിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് വേണം. പബ്ലിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് വേണം. നമ്മൾ കണ്ടിന്യൂസ്ലി പോസ്റ്റൊക്കെ ഇടുന്ന ഒരാളായിരിക്കണം. നമ്മുടെ പോസ്റ്റിനൊക്കെ വ്യൂസും വേണം. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂസിനനുസരിച്ചിട്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ എത്രത്തോളം ആളുകൾ വിസിറ്റ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ വരും. അപ്പോൾ ആ ഇൻവിറ്റേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ബോണസ് ടൂൾ ആക്ടിവേറ്റ് ആവുള്ളൂ. അങ്ങനെ ആക്ടിവേറ്റ് ആയാൽ മാത്രമാണ് നമുക്കിതൊന്ന് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ഈ ഒരു ടൂളിനെ പറ്റി നമ്മൾ അറിയാണ്ട് പോയി. നമ്മളിടുന്ന വീഡിയോസിന് കമൻസും വ്യൂസും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഇതിനെപ്പറ്റി അറിയാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇതിന്നുള്ള ഏണിങ്സ് കിട്ടാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മൾ അവർ ഇൻവിറ്റേഷൻ അയക്കുന്നതിനനുസരിച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നേ വേണം. നമുക്ക് വേറെ നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല. നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ വീഡിയോൻ്റെ അവസാനം പറയാം. അപ്പോൾ നമ്മൾ ഈ ബോണസ് ടൂൾ ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഇൻവിറ്റേഷൻ നമ്മൾക്കിപ്പോൾ കിട്ടി, നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇതുവരെ എത്ര വീഡിയോസിന് ഇത്ര വ്യൂസ് ഉണ്ട്, ഇത്രയ്ക്ക് വ്യൂസ് ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഇടുന്ന പോസ്റ്റിന് എത്രത്തോളം വ്യൂസ് ഉണ്ട്, എത്രത്തോളം എന്താ പറയുക വ്യൂവേഴ്സിൻ്റെ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ലൈക്ക് ചെയ്യുന്നുണ്ട്, എത്രത്തോളം കമൻറ്റ് കിട്ടുന്നുണ്ട്, എത്രത്തോളം ഷെയർ ചെയ്യുന്നുണ്ട്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ മാതിരി നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസിനനുസരിച്ചിട്ട് ഇൻസ്റ്റാഗ്രാം നമുക്ക് പേയ്മെൻറ്റ് തരും. ആ പേയ്മെൻറ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ മെറ്റാ സിസ്റ്റം വഴി നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ യൂട്യൂബിൽ കിട്ടുന്ന ആഡ്സ് മോണിറ്റൈസേഷൻ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വേറൊരു മോണിറ്റൈസേഷൻ സ്കീമാണിത്. അപ്പോൾ അതിൽ വരുന്ന ഏണിങ് എമൗണ്ട്സ് എന്താ പറയുക, ഇൻകം ടാക്സ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ വിധേയമാവുമെങ്കിലും നമുക്ക് ആ ഏണിങ്സ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിന് ഈ ഒരു ടൂളിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇൻസ്റ്റാഗ്രാം നമുക്ക് ഇൻവിറ്റേഷൻ വഴി തരുന്ന ഒരു എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം ഇൻവിറ്റേഷൻ വഴി തരുന്ന ഒരു ടൂളാണ് ഈ ബോണസ് ടൂൾ എന്ന് പറയുന്നത്. നമുക്കതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എമൗണ്ട് കൊടുത്തിട്ട് ഈ ടൂൾസ് എടുക്കാനോ പറ്റില്ല. ആ ഇൻസ്റ്റാഗ്രാം നമ്മളിന് മാനുവലായിട്ട് ഇൻവിറ്റേഷൻ തരുന്ന വേണം. എന്നിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിൽ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് അക്കൗണ്ടോ ആയിരിക്കണം. പേഴ്സണൽ അക്കൗണ്ട് ആകരുത്. നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ ഒരു റീൽ ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിന്റെ എന്താ പറയുക കാറ്റഗറി ചേഞ്ച് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ, ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടുള്ളൂ.
പിന്നെ നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ വീഡിയോസ് ആയിരിക്കണം, അല്ലെങ്കിൽ പേഴ്സണൽ വീഡിയോസ് ആയിട്ട് വ്ളോഗ്സ് ആയിട്ടും നമുക്ക് പോസ്റ്റ് ചെയ്യാം. പക്ഷേ അതിൽ എന്താ പറയുക, കൂടുതൽ റിപ്പോർട്ട് കിട്ടുന്ന വീഡിയോ, അതായത് ആക്സിഡന്റ് വീഡിയോസ്, വൾഗർ വീഡിയോസ്, അതേമാതിരി ഉള്ള വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ പൊണോഗ്രാഫി, സെക്ഷൽ കണ്ടന്റ് അങ്ങനെയുള്ള വീഡിയോസും എന്ത് ചെയ്യാൻ പാടില്ല, പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവിറ്റേഷൻ ടൂള് കിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇൻവിറ്റേഷൻ ടൂള് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഇങ്ങനത്തെ പോസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൂള് ക്യാൻസൽ ആയി പോകും, പിന്നെ നമുക്കതിന് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത്രത്തോളാണ് ഈ ബോണസ് ടൂളിനെ പറ്റി അറിയാനുള്ളത്. ഇനി എങ്ങനെ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് ഈ ഇൻവിറ്റേഷൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നിട്ടുണ്ടോ, നിങ്ങൾ നല്ലൊരു ക്രിയേറ്റർ ആണ്, ഇതുവരെ കൂടുതൽ പോസ്റ്റൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, റീൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ഇൻവിറ്റേഷൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിലെ കോർണറിൽ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കാണുന്ന 3 ലൈൻസ് കാണുമല്ലോ, ആ 3 ലൈൻസിൽ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ആൻഡ് ടൂൾസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. ഈ അക്കൗണ്ട്സ് ആൻഡ് ടൂൾസിൽ കയറി കഴിഞ്ഞാൽ ബോണസ് ആൻഡ് മോണിറ്റൈസേഷൻ പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. മോണിറ്റൈസേഷനിൽ നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ബോണസസ് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ ഞാൻ കയറി ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഓപ്ഷൻ എലിജിബിൾ അല്ല എനിക്ക്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടില്ല, എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുമില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല. ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പം ഞാൻ ഇപ്പം ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ഞാൻ നല്ലൊരു ക്രിയേറ്ററാണ്, എനിക്ക് നല്ല വ്യൂസ് ഉണ്ട്, പക്ഷെ എനിക്ക് ഇൻവിറ്റേഷൻ വന്നതിന് ശേഷം ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വെക്കുക. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് ചെക്ക് ചെയ്യുന്ന വേണം. അപ്പോൾ ഈ ബോണസിൽ വന്ന് കിടക്കും ആ ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവിറ്റേഷൻ വന്നിട്ട് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഷോർട്സ് ആയിട്ട് യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും കൊണ്ടിട്ട് നമുക്കതിൽ നല്ല വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻഗേജ്മെന്റ്സ്, അതായത് വ്യൂവേഴ്സ് കൂടുതലായിട്ട് അതിൽ എൻഗേജ്മെന്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ഒരു തവണ ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. എപ്പോഴാണ് ഇൻവിറ്റേഷൻ നമുക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇടക്കിടക്ക് കയറി ചെക്ക് ചെയ്യുന്നത് വേണം. ഞാനും ഇടക്കിടക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എപ്പോഴാണ് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടുന്ന ടൈമിൽ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്കതിന് ഏൺ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇടക്കിടക്ക് ചെക്ക് ചെയ്യുക. ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഏൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ചെറിയൊരു എമൗണ്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതും നല്ലൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ മാതിരി നിങ്ങൾ ഇതുപോലെ ചെയ്യുക. അതല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്. ഓക്കെ, ബൈ.